യേശു ക്രിസ്തുവിന്റെ ധന്യത്തിരുനാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ ഈ രാത്രിയിൽ അറിയിക്കുന്നു. ദൈവം എല്ലാവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രഭാതത്തിലെ പ്രാർത്ഥന കഴിഞ്ഞു. ഉപവാസ പ്രാർത്ഥന നമുക്ക് രാവിലെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ രാത്രിയിൽ വീണ്ടും പ്രാർത്ഥിക്കുവാൻ, ഓൺലൈൻ സംബന്ധിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അവസരം ഒരുക്കി തന്നല്ലോ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കും. ഉത്സാഹത്തോടെ വീണ്ടും പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്ക് വേണ്ടി താല്പര്യം കാണിച്ച എല്ലാവർക്കും ആ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ ഓർപ്പിച്ചതുപോലെ തന്നെ യുദ്ധങ്ങളും യുദ്ധാശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളൊക്കെ അവിടെ ഇവിടങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീണ്ടെടുപ്പുകാരനെ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ളതാണെന്ന് ആത്മജ്ഞാനം പ്രാപിച്ചവർക്ക് വളരെയധികം അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ അധികം ശുഷ്കാന്തി കാണിക്കുന്നതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. വീണ്ടും വ്യക്തിപരമായ പ്രാർത്ഥനയിലും നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്നുകൂടെ അപേക്ഷിക്കുന്നു. സ്തോത്ര. ഇന്ന് വൈകിവേള ഞാൻ ഒന്ന് രണ്ട് ദൈവദിനം എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ഓടി വന്നു. നമ്മളെ സബ്ജക്റ്റുമായിട്ട് ബന്ധമുള്ള കാര്യമല്ലെങ്കിൽ തന്നെയും അത് ചില ഗുണപാഠങ്ങൾ പറയാൻ തക്കവണ്ണമുള്ള സ്തോത്രം ആലോചനയാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് വേണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രകാശനം വന്നതുകൊണ്ട് ഞാനൊന്ന് വായിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം ഒന്ന് വായിച്ചരാമോ? ഉൽപ്പത്തി ജനസിസ് ചാപ്റ്റർ 25 വേഴ്സ് 34 വായിക്കാമോ? 34. യാക്കോബ് ഏശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു. അവൻ ഭക്ഷിച്ച് പാനം ചെയ്ത് എഴുന്നേറ്റ് പോയി. ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. ഇതൊരു ആഴമായൊരു വെളിപ്പാടാണ്, ഒരു ഗുണപാഠമാണ്. നമ്മെ തന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടെയാണ് എന്നത് കാര്യം കൂടി ദൈവമക്കൾ ഏറ്റെടുക്കണം. എല്ലാവരും ഒന്ന് ആ കരങ്ങളൊന്ന് ഉയർത്തി ഒരു സ്തോത്രം കർത്താവിന് കൊടുക്കാമോ? പ്രൈസ് ദി ലോർഡ്. വളരെ ഗൗരവത്തോടെ ആ വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് അനുവദിച്ച നമുക്ക് നാളെ ബുധനാഴ്ച ദിവസമാണ് സ്തോത്രം നമുക്ക് ബൈബിൾ ക്ലാസ് ആയിട്ട് കൂടെ എടുക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുക. ചില അത്യാവശ്യം പ്രാർത്ഥന ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ ക്ലാസ് എന്ന വിഷയത്തിൽ നിന്ന് പ്രാർത്ഥനയിലോട്ട് മാറിയത്. എങ്കിലും അത്യാവശ്യമാണ് നമുക്ക് ബൈബിൾ ക്ലാസ്സിൻ്റെ ആവശ്യം. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ നാളെ അതിനു വേണ്ടി ഒരുങ്ങണം. അതുകൊണ്ട് ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് പാസ് ചോദ്യം ചോദിക്കുമെന്നുള്ള പേടിയായതുകൊണ്ട് ആരും പ്രാർത്ഥന അതിന് മുടക്കരുത്. ഞാൻ ചോദ്യം ചോദിക്കുന്നത് എനിക്കും നിങ്ങൾക്ക് ഒരുപോലെ പഠിക്കാനുള്ളത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, ആ വചനത്തിൻ്റെ വെളിപ്പാട് നമുക്കറിയാം. അബ്രഹാം ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തൊരു മനുഷ്യനാണ്. ഇസഹാക്കിനെയും വാഗ്ദത്ത സന്തതിയായിട്ട് തൻ്റെ 100-ാമത്തെ വയസ്സിൽ ദൈവം കൊടുത്തു. അതിനകത്ത് നിന്നും ഒരു ഏശാവിനെയും യാക്കോബും പുറത്തേക്ക് വരുന്നു. ദൈവം ഇസഹാക്കിന് ഏശാവിന് യാക്കോബിന് കൊടുക്കുമ്പോൾ ഇസഹാക്കിന് 60 വയസ്സായിരുന്നു. ഇസഹാക്കിന് 60 വയസ്സായിരുന്നു. ചരിത്രം പറഞ്ഞ വാക്ക് BC 2006 ഇവർ രണ്ടുപേരും ജനിക്കുന്നതെന്നാണ് ചരിത്രം പറഞ്ഞ വാക്ക്. 2006 ഇവർ രണ്ടുപേരും ജനിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ അവർ തമ്മിൽ അല്പം ഒരു സ്വരച്ചേർച്ച ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വചനം വായിക്കുമ്പോൾ അറിയാം. അതുകൊണ്ട് പ്രവാചകനെ കൊണ്ട് പ്രവചിച്ചൊരു വാക്കുകൂടി പറഞ്ഞു, ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് 2 ജാതികളാണ്. ഒരു ജാതിയല്ല, 2 ജാതികളാണ്. ഞാൻ അവിടെ ഒന്നും പോകുന്നില്ല. പോയാൽ നമ്മുടെ ദൂത് അരമണിക്കൂർ കൊണ്ട് നിർത്താൻ തക്കണം കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം തന്ന ഒരു ദൂത് എനിക്ക് പറയും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് മാത്രം നിൽക്കും. ശ്രദ്ധിച്ചെടുക്കണം. അപ്പോൾ 2 ജാതികളാകുന്നു എന്ന കാര്യം അറിഞ്ഞു. അതുകൊണ്ട് രണ്ടുപേരും തമ്മിൽ എനിക്ക് ആദ്യം വരണം, മറ്റവർ പറഞ്ഞു എനിക്ക് ആദ്യം വരണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ അകത്ത് കിടന്നു വന്ന് തന്നെ വഴക്കുണ്ടായി, വലിയ കൂടി. അങ്ങനെ ഏശാവ് പുറത്തേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചുകൊണ്ട് 2-ാമത്തെ യാക്കോബ് പുറത്തേക്ക് വരുന്ന കാര്യം വിശുദ്ധ ബൈബിളിനകത്ത് പറയുന്നുണ്ട്. ഏതാ രണ്ടുപേർ 2 ക്യാരക്ടർ ആകുന്ന 2 ക്യാരക്ടറാണ്. ഒന്ന്, ഒരുത്തൻ വേട്ടയിൽ സമർത്ഥനായതുകൊണ്ട് കാട് അവൻ വീടാക്കി മാറ്റി. എന്നാൽ യാക്കോബ് വീടിനെ വീടായി കണ്ടതുകൊണ്ട് അവിടെ പറയുന്ന വാക്ക് അവൻ സാധുശീലനും കൂടാരവാസിയുമായിരുന്നു. യാക്കോബ് സാധുശീലനും അവൻ കൂടാരവാസിയുമായിരുന്നു. എന്നാൽ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയുമായിരുന്നു വാക്കാണ്.
അപ്പോൾ ഒരുത്തൻ വേട്ടയിൽ സമർത്ഥനായിരുന്നു, അവൻ വനസഞ്ചാരിയും കൂടിയായിരുന്നു. എന്നാൽ യാക്കോബ് അങ്ങനെയല്ല. അവൻ സാധുശീലനും കൂടാരവാസിയുമായതുകൊണ്ട് അവന് ആ വീടുമായിട്ട് വലിയ അറ്റാച്ച്മെന്റ്സ് ആയിരുന്നു. സ്വന്തം ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് കാടിനെ വീടാക്കി മാറ്റി, ഒന്ന് വീടിന് നാടാക്കി മാറ്റിയ ഒരു അന്തരീക്ഷങ്ങൾ. അപ്പോൾ രണ്ടുപേർ രണ്ട് രീതി അനുസരിച്ചാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ഈ ഇവന്റെ അല്ലെങ്കിൽ യേശാവിന്റെ മൈൻഡ് വളരെ ശ്രദ്ധിക്കുന്നൊരു ക്യാരക്ടർ യാക്കോബനുണ്ടായിരുന്നു. എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ തെറ്റാകാൻ സാധ്യതയില്ല. അമ്മയോട് കൂടെ അമ്മയ്ക്ക് ഹെൽപ്പായിട്ട് പല കാര്യം ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് ഇളയവനായ യാക്കോബിനോട് പ്രത്യേകിച്ചൊരു മമതയുണ്ടായിരുന്നു. അതുകൊണ്ട് യാക്കോബ് ഒന്ന് രക്ഷപ്പെടണമെന്നൊരു ആർത്തി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ യാക്കോബ് ഇങ്ങനെ നിന്നു പോകുമെന്ന ചിന്ത ഉള്ളതുകൊണ്ട് യാക്കോബിനോട് അമ്മ ശരിക്കും ഗുണദോഷങ്ങൾ പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം യാക്കോബിന് ചെവിക്കകത്ത് കൊടുത്തിട്ടുണ്ട് അമ്മ. എന്നാൽ ഈ യേശാവ് എപ്പോഴും ഔട്ട്ഡോർ വർക്കായതുകൊണ്ട്, പ്രത്യേകിച്ച് കാട്ടുമൃഗത്തോടു കൂടെ തൻ്റെ വാസമായതുകൊണ്ട്, തൻ്റെ ബ്രെയിൻ എപ്പോഴും കാടുമായിട്ടായതുകൊണ്ട് നാടും വീടും കൂട്ടായ്മയും പ്രാർത്ഥനയും സ്തോത്രവും ഗ്ലോറിയും രക്തത്താ ജൈവമൊന്നും പുള്ളിക്ക് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തനിക്ക് താൻ ആരെന്ന് തനിക്ക് അറിയത്തില്ല. ഞാൻ ആ ഭാഗം പറയുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം, ഓരോ പദങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കണം. ഈ കൂട്ടായ്മ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നാം ആരെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഒന്നുകൂടി പറയാം, ഓരോ വചനത്തിൻ്റെ വെളിപ്പാടുകൾ നമുക്ക് വരുമ്പോഴാണ് നാം ആരെന്ന് നമുക്കൊന്ന് വിവേചിക്കാൻ പറ്റുന്ന വാക്ക്. വചനം കേൾക്കാത്തവർ ഒരു കാരണവശാലും അതിനെക്കുറിച്ച് അവർക്ക് അവരാരെന്നവർ രാവിലെ എഴുന്നേൽക്കുന്നു, കട്ടൻ കാപ്പി കുടിക്കുന്നു, അവരിങ്ങനെ റൊട്ടേഷൻസ് ആണ്, അവരിങ്ങനെ ഓരോ ലൈഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു വ്യക്തി അങ്ങനെയല്ല. അവന് കട്ടൻ കാപ്പി കിട്ടിയില്ലെങ്കിലും, അവന് ചായ കിട്ടിയില്ലെങ്കിലും, അവന് ഒന്നും കിട്ടിയില്ലെങ്കിലും അവൻ്റെ ലൈഫിനെ ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരു കഴുകൻ്റെ കാഴ്ച അല്ലെങ്കിൽ വിദൂര കാഴ്ച അവനുണ്ടായിരിക്കും. അപ്പോൾ യാക്കോബിന്റെ വളർച്ചയിൽ തനിക്ക് സ്വാഭാവികമായിട്ട് ആ മുൻപന്തി വരണമെന്ന് തനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് തൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്ത കാഴ്ചപ്പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വ്യാഖ്യാനിക്ക് ഓർത്തോണം, കൂട്ടായ്മയ്ക്ക് താൻ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അന്ന് ന്യായപ്രമാണം വന്നില്ല എങ്കിലും ആത്മനിയോഗമുള്ളവർ നാവിനകത്ത് വരുന്ന ദൈവശബ്ദങ്ങൾ അത് വചനത്തിന് വെളിപ്പാടായിട്ട് അവരെ ബോധ്യപ്പെടുന്നതുകൊണ്ട് രക്ഷപ്പെടണം, വലിയവനായി തീരണമെന്നൊരു ആശയകത്തുള്ളതുകൊണ്ട് ഞാൻ മുൻപനായി വരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ എന്നെ പിൻപനാക്കിയിട്ട് എൻ്റെ ജ്യേഷ്ഠൻ മുമ്പനായി വന്നു. പക്ഷേ എനിക്ക് ഒരു ക്രോസ് ഓവർ ആവശ്യമാണ്, എനിക്കൊരു അതിവേഗത്തിൽ സഞ്ചരിക്കേണ്ട ആവശ്യമാണ്. അതിന് താൻ ഇങ്ങനെ പരിജ്ഞാനത്തോടെ കാര്യങ്ങൾ നോക്കിയപ്പോൾ തനിക്ക് ലഭിച്ചൊരു കാര്യമാണ്, കൂട്ടായ്മ ഇല്ലാത്തവന് തന്നെ കുറിച്ചൊരു മതിപ്പില്ല എന്ന് യേശാവിനെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ വിവേചിച്ചപ്പോൾ യാക്കോബിന് മനസ്സിലായി. ഇന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ എല്ലായിടത്തും ആ പദം പറയുന്ന അറിയത്തില്ല. ഊതുമ്പോൾ ഇങ്ങും ഉറിഞ്ചുമ്പോൾ അങ്ങും എന്നൊരു ഒരു പഴമൊഴിയുണ്ട്. അത് കോഴിക്കോട് എങ്ങനെ അറിയത്തില്ല, പത്തനംതിട്ട എങ്ങനെ അറിയത്തില്ല, പക്ഷേ തിരുവനന്തപുരത്തിനകത്ത് പല വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പിടിച്ചാൽ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് പോകും. തനിക്കായിട്ട് ഒരു അഭിപ്രായമില്ല, അതാണ് വാക്കിനർത്ഥം. തനിക്കായിട്ടൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രമേ തനിക്ക് സ്റ്റേന നിൽക്കാൻ പറ്റുകയുള്ളൂ. ആര് വിളിച്ചാൽ ഇറങ്ങിപ്പോകുന്ന അന്തരീക്ഷം. അപ്പോൾ ഓർത്തോണം, ബ്രെയിനകത്ത് തന്നെ കുറിച്ച് ഒരു മതിപ്പില്ല എന്ന് മനസ്സിലായപ്പോൾ യാക്കോബിന് മനസ്സിലായി, അവൻ രക്ഷപ്പെടേണ്ട ലക്ഷണം അവന് കാണില്ല. അവനെപ്പോഴും കാടും മാനും കാട്ടുമൃഗങ്ങളും മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് അവന് രക്ഷപ്പെടുന്ന ലക്ഷണം കാണുന്നില്ല. എങ്കിൽ പിന്നെ എൻ്റെ വീട്ടിനകത്ത് ഒരു അഡ്രസ് അവനാകണമായിരുന്നു. അവൻ അഡ്രസ് ആകാത്ത കാലമത്രയും എനിക്കൊരു അഡ്രസ് ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായെങ്കിൽ മാത്രം സ്വന്തം പറയണേ. എല്ലാവരും അലസനായാൽ ആ വീട്ടിന്റെ ഗതി മാറും. എന്നാൽ അതിനകത്ത് ഒരു വ്യക്തിയെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ കുടുംബത്തിനകത്ത് ആ വ്യക്തിയെ കൊണ്ട് കർത്താവിന്റെ ഉപയോഗമായി തീരും. അതിനാൽ ഞാൻ ദൂതിലേക്ക് വരുന്ന വാക്ക്, അപ്പോൾ യേശാവ് ഗ്രഹതലത്തിൽ ഉത്തരവാദിത്വം ഇല്ലാത്തവനായതുകൊണ്ട്
നാടാറ് മാസം നടക്കുന്നവന് ആമെ കുടുംബത്തെ പണിയണമെന്നോ കുടുംബത്തെ ഉയർത്തണമെന്നോ കുടുംബത്തിന് നല്ല പേര് കൊടുക്കണമെന്നോ താല്പര്യമില്ല എന്ന് യാക്കോബിനും തന്റെ അമ്മയ്ക്കും ആമെ റെബേക്കയ്ക്ക് മനസ്സിലായപ്പോൾ ഈ ഗ്രഹതലത്തിൽ ഒരു അഡ്രസ്സുള്ള ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് ആമെ ചില റൂട്ടുകൾ തയ്യാറാക്കിയതിന്റെ ഒന്നാമത്തെ കാര്യമാണ് നാം വായിച്ച വാക്യത്തിന്റെ ഒരു ഭാഗം കൂടി ഒന്ന് വായിക്കാം. 29 വാക്യം കൂടെ ഒന്ന് വായിച്ചുതരാം. 9 വാക്യം 29 പ്ലീസ്. ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ഏശാവ് വെളിമ്പ്രദേശത്തു നിന്ന് വന്നു. അവൻ നന്നായി ക്ഷീണിച്ചിരുന്നു. ഏശാവ് യാക്കോബിനോട്, ആ ചൂർന്ന പായസം കുറെ എനിക്ക് തരയണം, ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ഏതോ ചുവന്നവൻ എന്ന് പേരായി. ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന്. നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്ത് ചെയ്യാ? വിൽക്കുക. ശ്രദ്ധിക്കണം, നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് വിൽക്കുക. ആമേ, ചുമന്ന പായസം നിനക്ക് തരാം, നിനക്ക് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കി വെച്ച കാര്യം. എൻ്റെ ചിന്ത അത് ശരിയാണെങ്കിൽ, ഞാൻ ധ്യാനത്തിങ്കിൽ ആ ദൂത് ശരിയാണെങ്കിൽ, ഈ ഒരു ടെസ്റ്റിംഗ് ഡോസാണ് ഇവിടെ യാക്കോബ് നടത്തിയത്. പായസം വെച്ച് കൊടുത്തു നോക്കാം, ഇതിനകത്ത് ഇവൻ വീഴുന്നുവെങ്കിൽ ഇവൻ എല്ലാത്തിനും വീഴും. പ്രൈസ് ഗോഡ്. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഇവ ഇതിനകത്ത് വീഴുന്നുവെങ്കിൽ ഇവ എല്ലാത്തിനും വീഴുമെന്ന് ഒരു ടെസ്റ്റിംഗ് ഡോസ് ആയിരിക്കണം യാക്കോബ് അവിടെ ചെയ്ത കാര്യം. ഇവൻ നന്നായി ക്ഷീണിച്ചു. ഇവിടെ ഈ രാത്രി ആ വെളിപ്പെടുക്കണം, നമ്മൾ എപ്പോഴും ബലമുള്ളവരല്ല, നമ്മൾ എപ്പോഴും ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ക്ഷീണം മനസ്സിലാക്കിയിട്ട് ആ സമയം ഉപയോഗിക്കുന്ന പിശാചുണ്ട്, മനുഷ്യനുണ്ട്. അതിനെ വളരെ പരിജ്ഞാനത്തോടെ ദൈവമക്കൾ കൈകാര്യം ചെയ്യണം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, ഒരുത്തൻ ഒന്നിലല്ലെങ്കിൽ മറ്റൊരുത്തൻ വേറെ ഒന്നിൽ ബലഹീനനായി തീരുന്നുണ്ട്. അവൻ ഒന്ന് തെറ്റിയാൽ വേറെ തെറ്റുന്നുണ്ട്. തെറ്റ് മനസ്സിലാക്കി വീഴ്ച സംഭവിക്കുമെന്നോ വീഴ്ച സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പിടിച്ചു വെച്ചിട്ട് അവന്റെ ലൈഫിനെ മൊത്തം ബ്ലോക്ക് ആക്കാൻ തക്കവണ്ണമുള്ള വ്യക്തികൾ ഈ ഭൂമിയിൽ ഊടാട് സഞ്ചരിക്കുന്നു. അവിടെയാണ് ആ ബുദ്ധിയിൽ ശിശുക്കളാകാതെ വണ്ണം പരിജ്ഞാനം കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമക്കളായിരിക്കണം ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കളെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആ ദൂത് മനസ്സിലായെങ്കിൽ മാത്രം ഒന്ന് കരമുയർത്തി പറയാമോ, ദൈവമേ, എന്റെ ഒരു അവകാശമുണ്ട്, എനിക്കൊരു വ്യക്തിത്വമുണ്ട്, ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റി ഒരു ചുമന്ന പായസത്തിന് ഞാൻ വിറ്റാൽ എന്റെ ലൈഫ് അതോടെ പോയി. ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചിലോട്ട് ഇറങ്ങി വരുമ്പോൾ മേളത്തെ ചർച്ചിലെ പാസ്റ്റർ ഭാര്യ നിപ്പുണ്ട്, വെള്ളിയാഴ്ച. അപ്പോൾ ഞാൻ ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ അതേ ഓടി പുറത്തിറങ്ങിയത് ഒരു 5 രൂപ തൊട്ടടുത്ത് തന്നിട്ട് പറയും, പാസ്റ്റേ, നിങ്ങളുടെ ആടെയോ വിശ്വാസികളുടെ പൈസ ആയിരിക്കണം, അവിടെയാണ് കിടന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്റേ, ഞങ്ങളുടെ വിശ്വാസിയുടെ പൈസ ആയിരിക്കത്തില്ല, വേറെ പൈസ പാസ് എടുത്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അതേ ഓർത്തു ഞാൻ ഇങ്ങനെ കൈ നീട്ടി 5 രൂപ വാങ്ങുമെന്ന് വെച്ചത്. അപ്പോൾ 5 രൂപ വെച്ച് എന്നെ വിധിക്കാൻ തക്കവണ്ണമായിരിക്കാം. ഞാൻ പറഞ്ഞ അർത്ഥം എന്ന കാര്യം, നമ്മൾ ചില മേഖല ക്വിക്ക് ആക്ഷൻ, ക്വിക്ക് മൈൻഡ് ഉപയോഗിച്ചില്ല എങ്കിൽ പെട്ടുപോകും. ഓർത്തോണം, മറക്കരുത്. അത് ആഹാരത്തിലായിരുന്നാലും വസ്ത്രത്തിലായിരുന്നാലും പൈസയിലായിരുന്നാലും ഏതെങ്കിലും തിങ്സിലായിരുന്നാലും നമ്മെ വിധിക്കാൻ നമ്മുടെ വ്യക്തിത്വം ചൂഷണം ചെയ്യുന്ന ഒരു കൂട്ടം വ്യക്തികൾ നാം അറിയാതെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ വ്യക്തിത്വം തകർന്നു പോകാതിരിക്കത്തക്കവണ്ണം പരിജ്ഞാനത്തിൽ തികയുന്ന ദൈവത്തിന്റെ ശക്തി നാം ആത്മാവ് മനസ്സിലാക്കി സ്റ്റെപ്പ് വെച്ചാൽ നമ്മുടെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടില്ല. യാക്കോബ് പറഞ്ഞു, വിൽക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, നോക്ക്, ചാകുന്നതിനെക്കാട്ടും നല്ലത് അവന്റെ ലൈഫ് കൊണ്ട് വിൽക്കുകയാണ്. ഇത് ചില മണിക്കൂറുകൾ നമുക്ക് മറ്റു പല റെഫറൻസ് എടുത്ത് ചേർത്ത് വെക്കാണ്ടാണ്. എന്നാൽ ഇവിടെ ഒരു ചെറിയൊരു ഗുണപാഠം മാത്രം നിർത്താം. അവന്റെ ലൈഫ്, ലോങ് ലൈഫ് നോക്കണം. ചുമന്ന പായസം കുടിച്ചപ്പോൾ അവൻ ചുമന്നവനായല്ലേ? അവൻ ഏശാവ് ആരായി മാറി? ഇതൊരു വലിയ സബ്ജക്റ്റ് ആണ്, നമുക്ക് പിന്നെ എടുത്തോളാം. ഒരു ചുമന്ന പായസത്തിനകത്ത് അവൻ ചുമന്നവനുമായി, അവൻ ജാതീയനുമായി, ഏതോമായി. കാര്യം മനസ്സിലാവുന്നുണ്ട് ദൈവമൊക്കെ? എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്?
ഇനി കറുത്ത പായസം കുടിച്ചിരുന്നെങ്കിലോ അവൻ കറുത്തവനുമാകും, പിശാചിന്റെ ഏജന്റുമായി മാറി. ഇപ്പോഴേ ഏജന്റാണ്. അപ്പോൾ ഓർത്തോണം, നമ്മൾ ഏതിലാണോ വീഴുന്നത് അതിലായിരിക്കും നമ്മെ അറിയുന്നത്. പിടികിട്ടി? ഇന്നും ഏശാവിന്റെ പേര് ഏദോമെന്നാണ്. ഇന്നും തൻ്റെ പേരിന് മാറ്റം ഉണ്ടായില്ല. ഇന്നും അവൻ്റെ പേര് ചുമന്നവൻ എന്നാണ്. റിയലി അവൻ ചുമന്നവനാണോ? അല്ല. പക്ഷേ ചുമന്ന പായസം കുടിച്ചപ്പോൾ അവൻ ചുമന്നവനായി. ഞാൻ പല വ്യാഖ്യാനം പറയണം, പക്ഷെ ഞാൻ അത് പറഞ്ഞാൽ എൻ്റെ സബ്ജക്റ്റ് വിട്ടുപോകും, ദൂത് മാറും. അതുകൊണ്ട് ഞാൻ എൻ്റെ മറ്റു പദങ്ങൾ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് പരിജ്ഞാനമുള്ളത് കൊണ്ട് നിങ്ങൾ പരിജ്ഞാനത്തോടെ ഉപയോഗിച്ചാൽ മതി. ചുമന്ന പായസം കുടിച്ചപ്പോൾ ചുമന്നവനുമായി ഏശാവ് ഏദോമായി. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ദൈവഹിതമില്ലാത്ത നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരായി മാറുമെന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചെടുത്താൽ മതി. ഞാൻ പറ്റുമെങ്കിൽ മറ്റു ദിവസം ആ ദൂത് ശുശ്രൂഷിക്കാം. പെട്ടെന്ന് വന്നൊരു ദൂതായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഓർത്തോണം, ഇവൻ ജ്യേഷ്ഠാവകാശം വിൽക്കാൻ പറഞ്ഞു, ഇവൻ ജ്യേഷ്ഠ വിച്ചു. നിങ്ങൾ പറ, ഈ തൊണ്ടയിൽ നിന്നും ഈ പായസ താഴോട്ട് പോയി അത് വേസ്റ്റാണ്. ഇനി തൊണ്ടയിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ തൊണ്ടയിൽ എത്ര സമയം വെച്ചുകൊണ്ടിരിക്കും? പറഞ്ഞേ ഷീനാനി പറ. 1 മണിക്കൂറോ? സ്വത്രം 1 സെക്കൻഡോ 2 സെക്കൻഡോ? 1 സെക്കൻഡോ 2 സെക്കൻഡോ? അവന്റെ ലൈഫ് 1 സെക്കൻഡ് കൊണ്ട് അവൻ ലൈഫ് മൊത്തം സ്പോയിലായില്ലേ? ആണോ അല്ലയോ? പറഞ്ഞേ. ഒരു മുട്ടായി ആണെങ്കിൽ ഒരു 10-15 മിനിറ്റ് കിടക്കും. പക്ഷെ ഒരു പായസം, ചൂട് പായസമാണെങ്കിൽ പിന്നെ പെട്ടെന്ന് ഊതി അങ്ങ് പെട്ടെന്ന് ഇറക്കാൻ തോന്നുന്നു. സ്വത്രം വയ്ക്കാം. അപ്പൊ അത്രയ്ക്ക് ക്വിക്കായിട്ട് വന്ന ഒരു ഉയർച്ച ആ ടേസ്റ്റ് നിമിത്തം അവന്റെ പുരുഷായുസ് മൊത്തം അവൻ ജാതികൻ എന്ന പദവിയിലേക്ക് മാറി. ഒന്നുകൂടി പറഞ്ഞാൽ സഹോദരൻ വിരോധിയായി മാറി. സ്വന്തം ഇങ്ങനെയൊക്കെ പദങ്ങൾ ചിന്തിച്ചോണ്ടാം. അവൻ ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളുടെ ഗുണപാഠം പറഞ്ഞ വാക്ക്, ഇത് ലൗകിക ആസ്വദത്തിന് ആത്മീക പദവികൾ കളയുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദാഹരണമാണ്. ഞാൻ പദം ഒരു ആവർത്തിക്കുക ഒന്നുകൂടി. ഇത് ലൗകിക ആസ്വാദനത്തിന് വേണ്ടി ആത്മീക പദവികൾ കളയുന്ന വ്യക്തിയുടെ ഒരു ദൃഷ്ടാന്തമായിട്ട് കാണണം. 2, ആത്മീക പാഠം ദൈവത്തിൽ നിന്നുള്ള വിളിയെയും പദവിയെയും ലൗകികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വില കുറച്ച് കാണുന്നവർക്ക് വേണ്ടി ഒരു ഗുണപാഠമാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. ദൈവത്തിൽ നിന്ന് ലഭിച്ച ശ്രേഷ്ഠ വെളിപ്പാട്, ശ്രേഷ്ഠ വിളി, ശ്രേഷ്ഠ താലന്തുകൾ, ശ്രേഷ്ഠ കഴിവുകൾ, ശ്രേഷ്ഠമായ അവകാശങ്ങൾ ഇവ ഇരിക്കുമ്പോൾ തന്നെ നിസ്സാര കാര്യത്തിന് വേണ്ടി ദൈവത്തിന് വാഗ്ദത്തത്തെ വില കുറച്ച് കാണുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഗുണപാഠമാണ് ഈ വാക്യങ്ങൾ എന്ന കാര്യം ദൈവമക്കൾ പറഞ്ഞാൽ, ആ കാര്യത്തെ ദൈവം തന്ന വാഗ്ദത്തത്തെ വില കുറച്ച് കാണുന്നവർക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ് ഈ അബദ്ധങ്ങളുടെ കാര്യം ദൈവമക്കളോട് ഞാൻ ദൂത് പറയുകയാണ്. ഇനി എന്താ ജ്യേഷ്ഠാവകാശം? ജ്യേഷ്ഠാവകാശം കുടുംബത്തിൽ മൂത്ത പുത്രൻ ലഭിക്കുന്ന ഇരട്ടി ഓഹരിയാണ്. ഒന്ന് ആവർത്തിച്ച് പറയാം. ഒരു കുടുംബത്തിൽ മൂത്ത പുത്രന് ലഭിക്കുന്ന ഇരട്ടി ഡബിൾ പോർഷൻ ഓഹരിയാണ് ജ്യേഷ്ഠാവകാശം. 2, പിതാവിന് ശേഷമുള്ള നേതൃത്വ സ്ഥാനം അവൻ വഹിക്കേണ്ട വ്യക്തിയാണ്. എന്ന് മനസ്സിലായി? ജ്യേഷ്ഠാവകാശത്തിന്റെ പദം മനസ്സിലാകുന്നുണ്ടോ? ഗ്രഹിച്ചവരും മനസ്സിലാക്കിയവരും ഒന്ന് നിങ്ങളുടെ കരമൊന്ന് കാണട്ടെ. സ്തോത്ര, നിങ്ങളുടെ കരമൊന്ന് ആത്മാവിൽ ഒന്ന് കാണിച്ച് മനസ്സിലായെങ്കിൽ ഞാൻ ഒന്നുകൂടി ആവശ്യം ശ്രദ്ധിച്ചെടുക്കണം. ഒന്നുകൂടി പറയാം. കുടുംബത്തിൽ മൂത്ത പുത്രൻ ലഭിക്കുന്നത് ഇരട്ടി ഓഹരി. രണ്ടാമത്തെ കാര്യം, പിതാവിന് ശേഷമുള്ള നേതൃത്വ സ്ഥാനത്തേക്ക് വരേണ്ട ഒരു ഡിസിഷൻ മേക്കർ. എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ സകല അംഗങ്ങളുടെ കണ്ണുകളും സകല വ്യക്തികളുടെയും വാക്കിന് വേണ്ടി ഒരുവന്റെ വാക്ക് കേൾക്കാൻ വെയിറ്റ് ചെയ്യാവുന്ന ഒരു ഏറ്റവും ശ്രേഷ്ഠ വ്യക്തിയാണ് മൂത്ത ജ്യേഷ്ഠൻ. ഡിസിഷൻ മേക്കർ എന്നോ അപ്പോൾ തന്നെ ഒരു ബഹുമാനത്തിന്റെ ടോപ്പ് ഡിഗ്രി പ്രാപിച്ചവനെന്നോ നല്ല വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥനെന്നോ ഇതാ വരുന്ന ജ്യേഷ്ഠൻ, എൻ്റെ ജ്യേഷ്ഠൻ ഇതാ വരുന്നു എന്ന് പറയുമ്പോൾ ആ ജ്യേഷ്ഠൻ ലഭിക്കുന്ന ഒരു പദവി നിങ്ങൾക്കറിയാമല്ലോ. ആ വാക്കിന്റെ ഗൗരവം എല്ലാവർക്കും ആ കാര്യം മനസ്സിലായി. അതിനെ ഒരു പായസത്തിന് വേണ്ടി വിൽക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഊഹിക്കാമോ? നമുക്ക് ക്ഷീണം വരാറുണ്ട്.
നമുക്ക് ക്ഷീണം വരുമ്പോൾ പോയി പായസം കുടിച്ചിട്ട് നാം വ്യക്തിത്വം കൊല്ലേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് കടഭാരമുണ്ട്, ആ കടഭാരം മാറ്റാൻ തക്കവണ്ണം വ്യക്തിത്വം വിൽക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കൊരു ജോലി ആവശ്യമാണ്, ആ ജോലിക്ക് വേണ്ടി കൊണ്ട് വ്യക്തിത്വം വിൽക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവം നമുക്ക് തന്ന ശുശ്രൂഷയുണ്ട്, ആ ശുശ്രൂഷ കാത്തു സൂക്ഷിക്കാതെ, നമുക്കറിയാം യൂദർ ലേഖനത്തിനകത്തൊരു വാക്കുണ്ട്, തങ്ങളുടെ വാഴ്ച. ഒന്ന് വായിച്ച ആ വാക്യം, യൂദർ ലേഖനം, പെട്ടെന്ന് വായിച്ചാട്ടെ. ആ വായിച്ചോ അല്ലേ, റെഫറൻസ് ചെയ്ത് വായിച്ചോ. ഹല്ലേലൂയ. 6-ാമത്തെ വാക്യം, യൂദാ 6. വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയി ദൂതന്മാരെ മഹാദിവസത്തിന് വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിൽ അന്ധകാരത്തിൽ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ. നോക്കണം, എനിക്കറിയാം, ഞാൻ ഇവിടെ ഈ ഡിവേഷനായിരിക്കുന്ന ഓരോ വ്യക്തിക്കും ഞാൻ ഓരോ ബഹുമാനം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഓരോ വ്യക്തികളെ കുറിച്ചൊരു മതിപ്പുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കുറിച്ചും കാണുമെന്നാണ് ചിന്ത, വെപ്പ്. എനിക്കറിയത്തില്ല, സ്വത്രം വഹിക്കുക, അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ എനിക്ക് നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് എനിക്ക് ഓരോ അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ ഓരോ മതിപ്പുണ്ട്. സ്വത്രം എല്ലാവരും ഞാൻ 100% ബഹുമാനിക്കുന്നത് കേട്ടോ, സ്വത്രം. അപ്പോൾ ആ വാഴ്ച അവർ കാത്തുകൊണ്ട്, ഞാൻ നിങ്ങൾക്ക് തന്ന ബഹുമാനവും നിങ്ങൾ എനിക്കുന്ന ബഹുമാനത്തെയും ഞാൻ കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ ഞാൻ ജീവിച്ചിട്ട് അധികല അധമനായി മാറുകയാണ്, യൂസ്ലെസ് ആയി മാറുകയാണ്, ഉപയോഗമില്ലാത്തവരെ മാറുകയാണ്. ഒരു പാസ്റ്റർ എന്നൊരു പദവി, ഒരു പുരോഹിത പദവി, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ എന്ന പദവി, അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന പദവി, അല്ലെങ്കിൽ ഒരു അപ്പോസ്റ്റൽ എന്ന പദവി എന്ന് പറയുമ്പോൾ അതിൻ്റെ വിലയെന്ന് പറയുന്നത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ വില അറിയാവൂ. അതിനെ കൊണ്ട് ഒറ്റ സെക്കൻഡ് കളയാം. ഇനി നമ്മുടെ ഒരു ആത്മീയരാണ്, ഈ ആത്മീയർ എന്ന വ്യക്തിയെ അനാത്മീയരായി മാറാൻ ഒറ്റ സെക്കൻഡ് മതി, ഒന്ന് മൈൻഡ് മാറിയാൽ മതി. ചുരുക്കി പറഞ്ഞ വായിൽ വരുന്ന വാക്ക് തന്നെ നമ്മുടെ വ്യക്തിത്വം വിൽക്കുന്ന വാക്കുകളാണല്ലോ. സ്തോത്രം. ഒരാൾ ഞാൻ ചോദിച്ചു, അമ്മാമ സുഖമായിരിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആ പുള്ളിക്കാരി പറഞ്ഞ വാക്ക് കണ്ടാൽ അറിയത്തില്ല എന്ന് ചോദിച്ചു. സ്തോത്രം. നിങ്ങൾ പറ, ഇനി ജീവിതത്തിൽ ആ പുള്ളിക്ക് ചത്താ പോലും ഞാൻ പറയത്തില്ല, ചോദിക്കത്തില്ല സുഖമാണോ ചോദിക്കത്തില്ല. കാര്യം അതോടുകൂടെ എനിക്ക് ആ വ്യക്തിയോടുള്ള മതിപ്പ് മൊത്തം പോയി. സ്തോത്രം. സാധാരണ മലയാളികൾ അല്ലെങ്കിൽ ഏത് ഭാഷക്കാരൻ ആർ യു ഹാപ്പി, വാട്ട് ഹാപ്പൻ എന്നൊക്കെ ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമാണ്. സുഖമാണോ സന്തോഷമായിരിക്കുന്നു ചോദിക്കുന്നത് സ്വാഭാവികമാണ്. അക്കൂട്ടം ചോദിക്കുമ്പോൾ ആ തള്ളയുടെ അഹങ്കാരമേ, അപ്പോൾ ആ പുള്ളിക്കാരുടെ അഹങ്കാര നിമിത്തം നമ്മ അവിടെ വ്യക്തിത്വം അതോടുകൂടെ എന്ത് ചെയ്തു പോയി. നമ്മൾ പറയണ സുഖമായിരിക്കുന്നു അമ്മമ്മേ, സന്തോഷാൽ പാസ്റ്റർ സുഖമായിരിക്കുന്നു, കർത്താവ് നടത്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിത്വം ഒന്നുകൂടെ എന്ത് ചെയ്യുക, കൂടുകയാണ് അല്ലേ, കൂടുകയാണ്. അപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് തന്നെ നമ്മുടെ വില കൂട്ടാൻ പറ്റും, നമുക്ക് തന്നെ നമ്മുടെ വില കൂട്ടാൻ പറ്റും, നമ്മൾ ആരും നമുക്ക് തെളിയിക്കാൻ പറ്റും. ഞാൻ ആ വാക്കൊന്നുകൂടി ആവർത്തിച്ചിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം കൊണ്ട് വായിച്ചിടാമോ? ആ എബ്രായർ 12:16 വാക്യം. Hebrew chapter 12 verse 16. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കഴിഞ്ഞ ഏശാവിനെ പോലെ അഭക്തന് ആയിത്തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുകയും. ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനാകരുത്. ഞാൻ ഈ വാക്കും ഈ ഗുണപാഠമായിട്ടും ഒരു ദൂതായിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അത് ശ്രദ്ധിച്ചെടുക്കണം. ദൈവഹിതമില്ലാത്ത ഒരു ചോക്ലേറ്റും വേണ്ട, ലഡുവും വേണ്ട, ജിലേബിയും വേണ്ട, പറ പായസവും വേണ്ട, എന്തെങ്കിലും പറ സ്വത്രം, ഒന്നും വേണ്ട. എത്ര വിശന്നിരുന്നാലും എത്ര ക്ഷീണിച്ചിരുന്നാലും ഒന്നും വേണ്ട. കാര്യം അവിടെയാണ് പരീക്ഷകൻ വന്ന് നമ്മളെ അടുക്കൽ വന്ന് നമ്മുടെ വ്യക്തിത്വത്തെ വെട്ടാൻ തക്ക നിൽക്കുന്നത്. യേശുവിൻ്റെ കാര്യം അതാണല്ലോ. യേശുവിൻ്റെ വ്യക്തിത്വത്തെ വെട്ടാൻ തക്കവണ്ണം കല്ലും പറക്കൊണ്ടല്ലേ വന്നത് സ്വത്രാപ്പമാക്കാൻ. അപ്പോൾ എന്ന് പറഞ്ഞ് എവിടെ നോക്കിയാലും ഒരു പരീക്ഷകൻ നമ്മുടെ മുമ്പിൽ എപ്പോഴും സാമീപ്യമാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, നമുക്ക് തന്ന ജ്യേഷ്ഠാവകാശം ആഹാരത്തെ കൊണ്ടോ വസ്ത്രം കൊണ്ടോ പാനീയം കൊണ്ടോ സ്ഥാനം കൊണ്ടോ മാനം കൊണ്ടോ
ഒന്നും നഷ്ടപ്പെടുത്തരുത്. ഇന്ന് വൈകുന്നേരം ഞാൻ ബീനയുമായിട്ട് 1-2 കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് ഞാൻ ബീന എന്നോട് ചില കാര്യങ്ങൾ വേദനയോട് പറഞ്ഞു. മറ്റൊരു വ്യക്തിയുടെ വിഷയമാണ് പറഞ്ഞ വാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം ആ പ്രിയ കർത്തൃദാസൻ ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷ ഇറങ്ങിയിട്ടുണ്ട്, ഉണ്ടായിരുന്നു, കൊടുത്തിരുന്നു. പക്ഷെ എന്ന് ആ ശുശ്രൂഷയുടെ കാഴ്ചപ്പാട് അതിൻ്റെ വാല്യൂ നഷ്ടപ്പെടുത്തിയോ അന്ന് പ്രിയപ്പെട്ട നഷ്ടങ്ങൾ, പ്രശ്നങ്ങളും അപമാനം വന്ന് ഭവിച്ചു. ഞാൻ ഇന്ന് രാവിലെ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ, രാത്രി ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ജ്യേഷ്ഠാവകാശം ഒരിക്കലും വിൽക്കരുത്. ഒരു ഗ്യാരണ്ടി തരാൻ പറ്റുമെങ്കിൽ കര ഉയർത്താമോ? എന്താ ജ്യേഷ്ഠാവകാശത്തെ പ്രത്യേകത മനസ്സിലാകുന്നുണ്ടോ? ഒരു വ്യക്തിത്വമുണ്ട്, ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റി ഒരു സെക്കൻഡ് കളയാം. ഇനി നല്ലവൻ ഒരു പദമുണ്ടല്ലോ, നല്ലവൻ. ഈ നല്ലവൻ എന്ന പദം എത്ര ദിവസം എടുക്കണം നല്ലവെന്ന വാക്ക് കിട്ടണമെങ്കിൽ? ജെയ്സ് പറ. ജെയ്സ് ക്ഷണിച്ചിരിക്കുന്നു, സ്വത്രം പറ. നല്ലവൻ എന്ന പദവി ലഭിക്കണമെങ്കിൽ എത്ര ദിവസം എടുക്കണം? പറ, സത്യസസ്ഥ പറ. എത്ര ദിവസം നല്ലവെന്ന പദവി കിട്ടുക? ഒറ്റ ദിവസം കിട്ടുമോ? 2 മാസം കിട്ടുമോ? 1 വർഷം കൊണ്ട് കിട്ടുമോ? 5 വർഷം കിട്ടുമോ? ഇല്ല, അതിന് കുറേ നാളെടുക്കും. ഇനി കൊള്ളരുതാത്തവൻ എന്ന് പറയാൻ എത്ര സമയം എടുക്കണം? ഒറ്റ സെക്കൻഡ് മതി. അതുകൊണ്ടാണ് നിന്റെ വാഴ്ച കാത്തുകൊള്ളണം. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിനകത്ത് പല മേഖലയ്ക്കകത്ത് പറഞ്ഞ വാക്കാണ്. നമുക്കറിയാം, അതിനകത്ത് നന്നായിട്ട് പറയുന്ന വാക്ക് യശാവ് 11 അധ്യായത്തിൽ വാക്ക് പറയുന്നു, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ് എന്നീ ആത്മാവ് കൊടുക്കുന്നു. അതിനകത്ത് ഏറ്റവും പറയുന്ന വാക്കാണ് ജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെ. കൃപാവരം വരുമ്പോഴും ആദ്യത്തെ കൃപാവരം ജ്ഞാനത്തിൻ്റെ വരവെന്നാണ്. അപ്പോൾ എല്ലാ മേഖലയ്ക്കകത്തും ജ്ഞാനം എന്ന വാക്ക് പൗലോസ് എഫേസ്യരിൽ എഴുതുമ്പോഴും പറഞ്ഞ വാക്കാണ് ജ്ഞാനം, പരിജ്ഞാനം, ഹൃദയദൃഷ്ടി എന്നൊക്കെ പദങ്ങൾ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കാര്യം എന്ന് പറയാമോ, നമ്മുടെ വ്യക്തിത്വം ഒരിക്കൽ പോലും നഷ്ടപ്പെടുത്തരുത്. ഇന്ന് രാത്രിയിൽ ഈ ഡിവൈസിനകത്ത് നാളുകളായി പ്രാർത്ഥിച്ചും ദൈവശബ്ദം കേട്ടും വളരെ സന്തോഷത്തോടെ ദൈവമക്കളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ദൈവമക്കളോട് പറയുന്നു, ഇതൊരു ഗുണപാഠമാണ്. നമ്മുടെ ആ പരിജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു മേഖലയിലും നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ ആഹാരം കൊണ്ടോ വസ്ത്രം കൊണ്ടോ ഒരു കാരണവശാലും നമ്മുടെ വ്യക്തിത്വം വിറ്റുപോകുവാൻ അനുവദിക്കരുത്. തിരിച്ചു പിടിക്കുക ഭയങ്കര പാടാണ്. അങ്ങനെ നിങ്ങൾ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഒരു വാക്കുകൂടി അവിടെ പറഞ്ഞിർത്താം. യാക്കോബോ സാധുശീലനും കൂടാരവാസിയുമായിരുന്നു. നിങ്ങൾ പറ, 137 വയസ്സ്, 147 വയസ്സ്, ഈ വയസ്സൊക്കെ നമ്മൾ നോക്കുമ്പോൾ യാക്കോബിനെ കുറിച്ച് പറഞ്ഞ വാക്കെന്ന് പറഞ്ഞ് അവൻ പ്രതാപശൈലിയായി അവൻ ശ്രേഷ്ഠനായി മാറി. 147 വയസ്സിൽ അവൻ യാക്കോബ് മരിക്കുമ്പോൾ തൻ്റെ മക്കളെ മുഴുവനും അനുഗ്രഹിച്ചു, കൊച്ചുമക്കളെ മൊത്തം അനുഗ്രഹിച്ച് തൻ്റെ കാല് കട്ടിലെടുത്ത് വെച്ച ശേഷം താൻ പിതാക്കന്മാരെ ചേർന്നുവെന്ന് 49 അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിനകത്ത് നാം വായിക്കുന്നു. ഞാൻ പറഞ്ഞ അർത്ഥം എന്ന പ്രകാരം നല്ലൊരു പേഴ്സണാലിറ്റി താൻ ഡെവലപ്പ് ചെയ്തു. തൻ്റെ പേഴ്സൺ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് തൻ്റെ കൈ ഫറവോന്റെ തലമേൽ അവസാനം വെച്ച് ആശീർവദിച്ചു. തൻ്റെ കൈ രൂപേ മുതൽ അവസാനത്തെ മകനായ ബെന്യാമിൻ, അപ്പോൾ തന്നെ മനശ, അപ്പോൾ തന്നെ എഫ്രൈമിന്റെ തലയിൽ കൈവച്ചു അനുഗ്രഹിച്ചു. എന്ന് പറഞ്ഞ കാര്യം ഇത് വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചത് ഒരു റിസൾട്ടാണ്, ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഈ നമ്മുടെ കൈയും മാതാപിതാക്കളെ, നമ്മുടെ കൈയും അനേകരുടെ തലമേൽ വെക്കേണ്ട കൈയാണ്. നമ്മുടെ അനുഗ്രഹം അവർ കൊടുക്കേണ്ടതാണ്, നമ്മുടെ ജീവിതം അവർ കൊടുക്കേണ്ടതാണ്. ഞാൻ ഒരു ചെറിയൊരു ആശയം കൊണ്ട് പറഞ്ഞു നിർത്താമേ. എനിക്കൊരു ഫോൺ കോൾ പെട്ടെന്ന് വന്നു, കുറച്ച് വർഷം മുമ്പിലാണ് ഒരു ഫോൺ കോൾ. എന്നോട് പറഞ്ഞു, പാസ്റ്റർ പെട്ടെന്ന് വീട്ടിലോട്ട് വരാമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആട്ടെ ഞാൻ വരാം. ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ എനിക്കൊന്ന് ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിന് വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞു, പാസ്റ്റർ വന്ന് നന്നായി, ഞാനും ഭാര്യയും കുഞ്ഞുങ്ങളും വളരാതെ മാനസിക സംഘർഷത്തിലാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാട്ടെ പാസ്റ്റർ, എന്തിനാ എന്നെ വിളിച്ച ഉദ്ദേശം പറയാൻ പറഞ്ഞു. ആ ദേവദാസൻ പറഞ്ഞ വാക്കാണ്. ഇന്നലെ ഒരു ടാറ്റാ സുമയിൽ ഒരു പാസ്റ്റർ എന്ന് പറയുന്നൊരു വ്യക്തി ഇവിടെ വന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞ വാക്കാണ്, പാസ്റ്റർ എനിക്ക് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യണം, ഞാൻ മോഹൻലാലിനും മമ്മൂട്ടിക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരുന്ന വരവാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ സെലിബ്രിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്നാണ് പറഞ്ഞത് സ്വത്ത്. അപ്പോൾ ഈ ദൈവദാസൻ വളരെയധികം പാവപ്പെട്ടവനാണ്. ദേവദാസൻ അയ്യോ ഇത്രയും വലിയ ആൾക്കാർക്കോട് പ്രാർത്ഥിച്ചു വരുന്ന ദൈവദാസനാണെന്ന് ഓർത്തിട്ട്
അദ്ദേഹം PhD പഠിക്കുന്ന ഒരു റൂമുണ്ട്. ആ റൂമിനകത്ത് തൻ്റെ തീസീസും തൻ്റെ ബുക്സും റിസർച്ച് ചെയ്യുന്ന എല്ലാ ടെക്സ്റ്റ് ബുക്സ് ഇരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, ആട്ടെ പാസ്റ്റർ ഇവിടെ വിശ്രമിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ വിശ്രമിച്ചു. പിറ്റേ ദിവസം രാവിലെ ഈ മനുഷ്യൻ, ഈ പാസ്റ്റർ വ്യക്തി വണ്ടി എടുത്തോണ്ട് അദ്ദേഹം പോയി. പക്ഷേ അതിനുശേഷം ആ റൂമിനകത്ത് ഈ പാസ് സജിക്ക് കയറാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് ആ റൂമിനകത്ത് പ്രവേശിക്കുമ്പോൾ ഭയം വരുന്നു. തനിക്കാകപ്പാട് മനസ്സിനകത്ത് ഭീതി വരുന്നുണ്ട്. അത് മാറാൻ തക്കവണ്ണമാണ് എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ച കാര്യം. ഞാൻ അവിടെ കയറിപ്പോയപ്പോഴാണ് ദൈവാത്മന്റെ വാക്കാണ്, അവൻ്റെ കയ്യിൽ കൂടോത്രം ഉണ്ടായിരുന്നു. പറഞ്ഞാൽ അവൻ യഥാർത്ഥ ഒരു പാസ്റ്റർ അല്ലായിരുന്നു. അദ്ദേഹം മന്ത്രവാദം കൊണ്ട്, അതായത് ചില ശുദ്രപ്ര ശക്തിയും കൊണ്ട് പ്രവചിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ദൈവാത്മ ഓർപ്പിച്ചു. അന്ന് പ്രാർത്ഥിച്ച് ഇച്ചിരി വെള്ളമൊക്കെ ആ വിശ്വാസത്തിന് വേണ്ടി തളിപ്പിച്ച് അദ്ദേഹത്തെ ഉപയോഗിച്ചു. അതിനുശേഷം അദ്ദേഹം പഠിച്ചു. അദ്ദേഹം PhD എടുത്തു. കർത്താവിന് ഇവിടെ പ്രയോജനപ്പെടുന്നു. ഞാൻ പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞ കാര്യം, ചില വ്യക്തികളുടെ നമ്മുടെ കയ്യിൽ തലമേലോ വീട്ടിലോ വന്നാൽ അദ്ദേഹത്തിൻ്റെ ഭൂത് നമ്മളിലേക്ക് കയറും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വ സ്വഭാവം നമ്മളിലേക്ക് കയറും. അതുകൊണ്ട് ആ പൗലോസ് വാക്ക് വേഗത്തിൽ ആരുടെയും മുമ്പിൽ തല കൊണ്ടുവച്ചു. നമ്മൾ കുറച്ച് വിശ്വാസമുണ്ട്. ഏത് പാസ്റ്റർ വന്നാലും ഒന്ന് തൊട്ടിട്ട് പോവാസ്റ്റേ. ആ വ്യക്തിയെ വിവേചിക്കാനോ ആ വ്യക്തിയെ ആരെന്ന് മനസ്സിലാക്കാനോ തക്കവണ്ണം കഴിയാത്ത കുറേ വിശ്വാസികളുണ്ട്. നോ, നമ്മൾ വിശ്വാസം അങ്ങനെ ആകരുത്. ദൈവാത്മാവ് നിയോഗമുള്ളവർ മാത്രമേ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം നമുക്ക് അറിയത്തില്ല, അദ്ദേഹത്തിന് പ്രവചനം മാത്രമേ അറിയത്തുള്ളൂ, അദ്ദേഹത്തിന് പ്രസംഗം മാത്രമേ അറിയത്തുള്ളൂ, പക്ഷെ അദ്ദേഹത്തെ പേഴ്സണൽ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ വ്യാപരിക്കുന്ന സ്പിരിറ്റ് വളരെ ഈസി ആയിട്ട് പൈസ കൊടുക്കാൻ നമ്മളിലേക്ക് വരും. അത് വരാതിരിക്കത്തക്കവണ്ണം അദ്ദേഹത്തെ നല്ലൊരു വിശുദ്ധനാണെങ്കിൽ, അന്നൊരു ആത്മീയനാണെങ്കിൽ അത് നമ്മളിലേക്ക് വരത്തക്കവണ്ണമുള്ള നിലയിൽ ഉണ്ടാകണം. അതുകൊണ്ട് ആ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്ന ദൈവമക്കളായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ഒന്ന് വാക്കുന്നു, ഇങ്ങനെ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി. എൻ്റെ മെസ്സേജിൻ്റെ അടുത്ത ലെവലിൽ ഞാൻ പ്രസംഗിക്കും. അതിനു മുമ്പിൽ പറഞ്ഞു നിർത്തുന്നു, അലക്ഷ്യമാക്കരുത്. പലപ്പോഴും നമ്മുടെ ഉയർച്ച മൊത്തം അലക്ഷ്യമാക്കിയതിൻ്റെ പരാജയമാണ് ഇന്ന് നമ്മൾ പലരും അനുഭവിക്കുന്ന മേഖല. അത് വിശ്വസിക്കാമോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഏറ്റെടുത്ത കർത്താവേ, അതൊരു ഗുണപാഠമാണ്. ആത്മ സംസാരിക്കുന്ന ദൂതാണ്. ഇന്ന് രാത്രി നമുക്ക് പറയാം, കർത്താവ്, ഇനി എൻ്റെ മൂക്കിൽ ശ്വാസം ഉള്ള കാലം, എൻ്റെ മെമ്മറിക്കകത്ത് ഓർമ്മ ഉള്ള കാലം, ഒരിക്കലും ഇനി എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു പരാജയം വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണടയ്ക്കാം. ഈ വചനത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കാം.